സമത്വസുന്ദരമായ ലോകം സ്വപ്നം കണ്ട ശ്രീനാരായണ ഗുരു ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമായാണ് ശിവഗിരി തീർത്ഥാടനമെന്ന ആശയത്തിന് അനുഗ്രഹവും അനുമതിയും നൽകിയത്. ആത്മവിശുദ്ധി തേടി ലക്ഷങ്ങളാണ് ശിവഗിരിയിലെത്തുന്നത്. അപ്പോൾ ഗുരുദേവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ലളിതമായി മഞ്ഞ വസ്ത്രം ധരിച്ച് നാമസങ്കീർത്തനത്തോടു കൂടി വന്ന് ശിവഗിരിയിൽ വന്ന് വർക്കലയിൽ ക്ഷേത്രത്തിൽ തൊഴുത് കുഴൽവെള്ളത്തിൽ കുളിച്ച് ശാരദാദേവിയെ തൊഴുത് സമാധിയിലിരുന്ന് അവിടെ നാം അന്ന് കാണും എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗുരുദേവൻ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളിവിടെ വരുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഗുരുദേവൻ പറഞ്ഞതിന്റെ പൊരുളാണ് ശിവഗിരിയിലെ ശാരദാമഠം. അതുകൊണ്ട് തന്നെ ശിവഗിരി തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനം കൂടിയാണ്. ഇത് ഏറ്റവും മഹത്തരമായ ഒരു നല്ല ഒരു തീർത്ഥാടനം തന്നെയാണ്. ആ അറിവിലും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനും ഇവിടെ വരുന്നവർക്ക് അറിഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെതായ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ശിവഗിരിയിലേക്കുള്ള വീതികളിലെല്ലാം തീർത്ഥാടകർക്ക് സ്വാഗതമോദി കമാനങ്ങൾ ഉയർന്നു. കാർഷിക വ്യവസായ പ്രദർശനം, വാണിജ്യമേള, വിവിധ സ്റ്റാളുകൾ എന്നിവയും ശിവഗിരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.